പ്രധാനമന്ത്രിയുടെ സന്ദർശനം ചരിത്ര വിജയമായെന്ന് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ. കേരളത്തിലെ എല്ലാ വിഭാഗം സ്ത്രീകളുടെയും പ്രാതിനിധ്യം ഉറപ്പുവരുത്താൻ മഹിളാ സമ്മേളനത്തിന് കഴിഞ്ഞു. പ്രധാനമന്ത്രിയുടെ സന്ദർശനം ഇടത് വലത് മുന്നണികളെ അങ്കലാപ്പിലാക്കി. മാധ്യമപ്രവർത്തകരെയും ജനങ്ങളെയും പരിപാടിയിൽ പങ്കെടുപ്പിക്കാതിരിക്കാൻ പോലീസ് ശ്രമിച്ചെന്നും കെ സുരേന്ദ്രൻ വിമർശിച്ചു. അതേസമയം ഈ മാസം 27 മുതൽ മോദിയുടെ ഗ്യാരണ്ടി പുതിയ കേരളത്തിന് എന്ന ക്യാമ്പയിനുമായി പദയാത്ര സംഘടിപ്പിക്കുമെന്നും കെ സുരേന്ദ്രൻ വ്യക്തമാക്കി. എല്ലാ വിഭാഗം സ്ത്രീകളുടെയും പ്രാതിനിധ്യം ഉറപ്പുവരുത്താൻ ആ സമ്മേളനത്തിന് കഴിഞ്ഞു. മോദിയുടെ ഉറപ്പ് പൂർണ്ണമായിട്ടും കേരളത്തിലെ സാധാരണ ജനങ്ങൾ മോദിയുടെ ഉറപ്പിൽ വിശ്വാസം അർപ്പിച്ചു കഴിഞ്ഞു എന്നുള്ള ഒരു സന്ദേശമാണ് ഇന്നലത്തെ സമ്മേളനം നൽകുന്നത്. നരേന്ദ്രമോദിജിയുടെ നേതൃത്വം കേരളത്തിന് ആവശ്യമുണ്ട് എന്നുള്ള തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഇത്രയും വലിയൊരു ജനസഞ്ചയം അങ്ങേയറ്റത്തെ ആവേശത്തോടു കൂടി അണിനിരന്നത്. മോദിജിയുടെ കേരള സന്ദർശനം ഇടത് വലത് മുന്നണികളെ വലിയ അങ്കലാപ്പിലാക്കിയിരിക്കും. ഇന്നിപ്പോൾ തേക്കിൻകാട് മൈതാനിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി വന്ന സ്ഥലത്ത് വെള്ളം തളിക്കാൻ കോൺഗ്രസ്സുകാർ വന്നു. ചാണകവെള്ളം തളിക്കുക എന്ന് പറയുമ്പോൾ നമുക്കൊരു സാധാരണ പറയുന്നത് എന്താണ്, അതിൻ്റെ ഒരു പ്രതീകം എന്താണ്? നരേന്ദ്രമോദിജിയെ പ്രധാനമന്ത്രിയായി അംഗീകരിക്കാൻ കോൺഗ്രസ് നേതാക്കന്മാരുടെ വരണ്യ മനസ്സ് ഒരിക്കലും തയ്യാറായിട്ടില്ല. പോലീസിൻ്റെ ഭാഗത്തുനിന്ന് എല്ലാ മാധ്യമപ്രവർത്തകരെയും അകത്ത് പ്രവേശിപ്പിക്കാതിരിക്കാൻ വലിയ ഗൂഢാലോചന നടന്നിട്ടുണ്ട്. ഇന്നലെ രാവിലെയാണ് പോലീസ് വെരിഫിക്കേഷന് വേണ്ടി ഇവിടെ അപേക്ഷകൾ ഉത്തരവാദപ്പെട്ടവർ സമർപ്പിച്ചത്. ഞങ്ങൾ നേരത്തെ തന്നെ എല്ലാ മാധ്യമപ്രവർത്തകരെയും അകത്ത് പ്രവേശിപ്പിക്കണം എന്നുള്ള നിലപാടാണ് സ്വീകരിച്ചത്.